അമേരിക്കയാണ് ഡീലിന് വഴങ്ങിയത്. അമേരിക്ക തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഡീൽ നിർദ്ദേശം തങ്ങൾക്ക് ചർച്ച ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് ഇറാനല്ല, ഇറാൻ കേഴുകയായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. പോയി പണി നോക്കാനാണ് ഇറാൻ പറഞ്ഞത്. ആ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ട്രംപിനെ കൊണ്ട് പരമാവധി പുഷ് ചെയ്യിപ്പിക്കുക, ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ അതവിടെ അവസാനിപ്പിക്കുക. ഇത് ട്രംപിനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഇറക്കുന്ന തിരക്കിലാണ് അമേരിക്ക. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഓപ്പൺ ചെയ്യുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാന്റെ മധ്യസ്ഥത ഇറാനും US-ഉം അംഗീകരിച്ചത് എങ്ങനെ, യുദ്ധത്തിന് താൽക്കാലിക വിരാമം ആയത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ താങ്കൾ സൂചിപ്പിച്ചിരുന്നു. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുകൂടി കഴിഞ്ഞ എപ്പിസോഡിൽ സാർ പറഞ്ഞു വെച്ചതാണ്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാറിലെത്തിയപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യവും ഇനി ഇസ്രായേൽ എന്ത് ചെയ്യുമെന്നതാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇസ്രായേൽ വഴങ്ങിയെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇറാന്റെ സൈനിക താവളങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന്റെ ലക്ഷ്യത്തിലാണ്. ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് വെടിനിർത്തൽ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകുമെങ്കിലും തികഞ്ഞ അതൃപ്തിയോടെയാണ് ഇസ്രായേൽ ഈ നീക്കത്തെ കാണുന്നത് എന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ റെയിൽവേ, പാലങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ വിവിധയിടങ്ങളിൽ വെടിനിർത്തലിന് മുന്നേ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതും നമ്മുടെ മുന്നിലുണ്ട്. ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ രാജ്യത്തെ പ്രധാന ഗതാഗത സംവിധാനങ്ങൾ തകർക്കപ്പെട്ടതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ വന്ന ശേഷവും ഇസ്രായേൽ ചെറിയ ആക്രമണങ്ങൾ ഇറാനിൽ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ ഇറാനിലെ ലക്ഷ്യങ്ങൾ ഇതുവരെ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ അടങ്ങിയിരിക്കുമോ, ട്രംപിനെ പേടിച്ചെങ്കിലും? പ്രഥമ ദൃഷ്ടിയ ഇറാനിലെ അമേരിക്കൻ ലക്ഷ്യങ്ങളും ഇസ്രായേലി ലക്ഷ്യങ്ങളും ഒന്നാണ് എന്ന് തോന്നാമെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്, ഒരു പടി കൂടി കടന്ന് ആഗ്രഹിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ആ മേഖലയിൽ ഒരു പ്രാധാന്യമുണ്ടാവണം. ഇറാൻ്റെ പ്രഹരശേഷി കുറഞ്ഞു വരണം. ഗൾഫ് രാജ്യങ്ങളുടെ മേൽ തങ്ങൾക്കാണ് അധീശത്വം എന്ന് സ്ഥാപിക്കണം. അതിനുവേണ്ടി ഇറാൻ ഒരു ശത്രുവായി അവിടെ ഉണ്ടാവണം. പക്ഷേ ആ ശത്രുവിൻ്റെ ടീത്ത് അല്ലെങ്കിൽ ദംഷ്ടകൾ ഒരു പക്ഷേ കുറച്ചുകൊണ്ട് വരണം. ഇതൊക്കെയാണ് അമേരിക്കയുടെ ഒരു ആഗ്രഹം. അത് മാത്രമല്ല, സാധിക്കുമെങ്കിൽ ഇറാനുമായി ഒരു ഡീലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ആത്യന്തികമായി ഒരു ഡീലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് ഇറാനിൽ പരിവേഷണം നടത്താനും ഒരു പക്ഷേ റെഗുകൾ സ്ഥാപിക്കാനും അത് നിയന്ത്രിക്കാനും അമേരിക്ക എണ്ണ ഭൂപടത്തിലേക്ക് ഇറാനെ സമന്വയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഒന്നുകിൽ സമ്മർദ്ദപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ സമന്വയിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കും. അല്ല എങ്കിൽ ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതിലൂടെ അമേരിക്കൻ അനുകൂല ഒരു പാവ സർക്കാർ ഇറാനിൽ വരിക വഴി അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. അതുമാത്രമല്ല, ഇറാൻ വഴിവിട്ടു പോവുകയും യുവാൻ ടേംസിലും റൂബിൾ ടേംസിലും റുപ്പി ടേംസിലും ഒക്കെ അന്താരാഷ്ട്ര വിപണികളിൽ എണ്ണക്കച്ചവടം നടത്തുകയും ചെയ്താൽ ആത്യന്തികമായി തങ്ങളുടെ ഡോളറിന് അതൊരു വെല്ലുവിളിയാവും. അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അമേരിക്കയെ ഭരിച്ചത്. പക്ഷേ ഇസ്രയേലിനെ ഭരിച്ചിരുന്ന വികാരങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ, ഇറാൻ പറയുന്നത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഡെത്ത് ടു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഇറാൻ ആണവ ബോംബുകൾ ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചാൽ, ഇസ്രയേലിന് ആണവ ബോംബുകളുണ്ട്, ഇറാനെതിരെ പ്രയോഗിക്കാം. പക്ഷേ ഇറാൻ വലിയൊരു രാജ്യമാണ്, ഇസ്രയേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ ആണവ യുദ്ധം എന്നെങ്കിലും സംഭവിക്കുമെങ്കിൽ തങ്ങളുടെ സർവനാശമായിരിക്കും. ഇസ്രയേൽ എന്ന രാജ്യം അന്താരാഷ്ട്ര ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. ഇത് ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ന്യായമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്, ഒരു രാജ്യം ഇറാൻ ആണവമായി സംഘടിച്ച് സജ്ജീകരണങ്ങൾ ഒരുക്കി ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ്റെ ആണവ പദ്ധതികൾ ആക്രമിച്ച് തകർക്കുക. അപ്പോൾ തങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാവില്ല. കാരണം ഇറാൻ ഹെവിലി ഫോർട്ടിഫൈഡ് ആണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ ആണവ നിലയങ്ങൾ വളരെയധികം ഫോർട്ടിഫൈഡ് ആണ്. ബുഷറിലെ നിലയം, ഇസ്ഫഹാൻ അല്ലെങ്കിൽ ഫർദോ അല്ലെങ്കിൽ നഥാൻസ്, ഇങ്ങനെയൊക്കെ ഇവിടങ്ങളിലൊക്കെയുള്ള ആണവ നിലയങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായി അമേരിക്കൻ സ്ട്രൈക്സ്, ഇസ്രായേലി സ്ട്രൈക്സ് ഉണ്ടായപ്പോഴും ഇതൊന്നും പൂർണ്ണമായി തകരാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കയുടെ സഹായത്തോടുകൂടി ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട്, B-2 ബോംബേഴ്സ്, സ്റ്റെൽത്ത് ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്യുന്ന മിസൈലുകൾ, അത് ഇസ്രായേലിനില്ല, അത് അമേരിക്കയ്ക്കാണുള്ളത്. അതുപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായി തകർക്കുക. അല്ല എങ്കിൽ
അത് എങ്ങനെയെങ്കിലും ഒരു കരാറിലൂടെ ഇത്രയും തകർച്ച വരുമ്പോൾ എങ്ങനെയെങ്കിലും കരാറിന് ഇറാൻ വഴങ്ങും. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷ അനുസരിച്ചല്ല മുന്നോട്ട് പോയത്. അതുകൊണ്ട് പ്ലാൻ മാറ്റി പിടിക്കേണ്ടി വന്നു. അമേരിക്ക ഒരുപക്ഷെ നാളുകളിൽ എന്നെങ്കിലും കരാറിന് തയ്യാറാവും എന്ന് തന്നെ ഇസ്രായേലിന് അറിയാമല്ലോ. അതുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടേതായ ഒരു പ്ലാൻ ബി, അമേരിക്ക ഇൻവോൾവ് ആകാത്ത ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ മാത്രമായ ഒരു പ്ലാൻ ബി ഉണ്ട്. അമേരിക്ക ഒരുപക്ഷെ ആക്രമണം നിർത്തിയേക്കാം, അപ്പോഴും തങ്ങൾ ആക്രമണം തുടരും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്? അമേരിക്ക കഴിഞ്ഞ ആഴ്ചയും ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് ട്രംപ്. പക്ഷേ അമേരിക്ക വെടിനിർത്തിയപ്പോഴും ഇസ്രായേൽ വെടിനിർത്താൻ തയ്യാറായില്ല. ഇസ്രായേൽ തിരഞ്ഞെടുത്ത ടാർഗറ്റുകൾ നോക്കൂ. ഇറാനുള്ളിലെ ടാർഗറ്റുകൾ യൂണിവേഴ്സിറ്റികളാകട്ടെ, അതുമാത്രമല്ല ഈ ഇക്കണോമിക് കേന്ദ്ര സാമ്പത്തിക സ്ഥിര കേന്ദ്രങ്ങൾ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ കാര്യങ്ങൾ. ഒരു വലിയ പാലം തകർക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കണക്ടിവിറ്റി പോവുക എന്നതാണ്. ഊർജ്ജ നിലയങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനർത്ഥം ഇത് രാജ്യം മുഴുവൻ തന്നെ ഇരുട്ടിലാവുക എന്നതാണ് അർത്ഥം. കുടിവെള്ള പ്ലാന്റുകൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുടിവെള്ളം മുട്ടിക്കുക എന്നതാണ് അർത്ഥം. ഇറാനും തിരിച്ചടിക്കുന്നു. അത് ഇസ്രായേലിനെതിരെ മാത്രമല്ല, അറബ് രാജ്യങ്ങൾക്കെതിരെയും അടിയും തിരിച്ചടിയുമുണ്ട്. പക്ഷേ എത്ര തിരിച്ചടി ഉണ്ടെങ്കിലും ഇസ്രായേൽ നിരന്തരം കണ്ടിന്യൂവസ് പെർസ്യൂട്ട്, കണ്ടിന്യൂവസ് ബൊംബാർഡ്മെൻറ്റ് എന്നത് ഇസ്രായേലി നയമാണ്. അമേരിക്ക ഒരുപക്ഷെ അതിന് അനുകൂലമല്ല. അമേരിക്കയുടെ പാർലമെൻറ്റ് ട്രംപിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ട്രംപിന് ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും. ഇടക്കാല തെരഞ്ഞെടുപ്പ് നേരിടേണ്ടതുണ്ട്. ഇന്നത്തെ നിലയിൽ റിപ്പബ്ലിക്കന്മാർക്കിടയിൽ പോലും ട്രംപിനുള്ള പിന്തുണ ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരുന്നു. അതുമാത്രമല്ല, ഇവൻ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ട്രംപ് നടത്തിയ ചില ജൽപ്പനങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ മിതവാദികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ അത് അപലപിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ബില്ലും ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ പോയാൽ തങ്ങളുടെ പ്രസിഡന്റിന് തങ്ങളുടെ തന്നെ നോമിനിയായി തങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത തങ്ങളുടെ നേതാവിനെ നിയന്ത്രിച്ചെങ്കിലേ പറ്റൂ. അപ്പോൾ അതിശക്തമായ പ്രേരണയുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇതിൽ നിന്ന് പിന്നോട്ട് പോവും എന്നറിയില്ല. പക്ഷേ എന്നെങ്കിലും പിന്നോട്ട് പോകുമെന്ന് ഇസ്രായേലിന് അറിയാം. അപ്പോഴും താൻ മുന്നോട്ട് എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നയം. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ ലാർജർ ഇൻട്രസ്റ്റ്, സയനിസ്റ്റിക് ഇൻട്രസ്റ്റ് എന്നുകൂടി പറയാം. രണ്ട്, ഒരു വ്യക്തിയുടെ, ബെഞ്ചമിൻ നെതന്യാഹു എന്ന വ്യക്തിയുടെ താല്പര്യം. അദ്ദേഹവും തിരഞ്ഞെടുപ്പിനെ നേരിടണം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ അതേപോലെ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഹഷപ്പ് ചെയ്യണമെങ്കിൽ തിരഞ്ഞെടുപ്പ് വിജയം ആവശ്യമാണ്. ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇനിയും വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വിജയിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. ആ അർത്ഥത്തിൽ ഇസ്രായേൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ചെയ്യുന്ന പല കാര്യങ്ങളും അത്ര ഡെമോക്രാറ്റിക് അല്ല എന്ന് തോന്നാമെങ്കിലും ഇസ്രായേലിനുള്ളിൽ ജനാധിപത്യ ഘടനകളാണ് അമേരിക്കയ്ക്ക് ഉള്ളിലുള്ളതുപോലെ. പക്ഷേ സ്വയം തിരുത്തലിന് അമേരിക്ക ഒരുപക്ഷെ തയ്യാറാവും. ഇസ്രായേലിനുള്ളിൽ അതിനുള്ള സാഹചര്യമില്ല. കാരണം ഇസ്രായേൽ അനുഭവിക്കുന്ന ഒരു സെക്യൂരിറ്റി ത്രെട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇസ്രായേലിലെ പ്രതിപക്ഷങ്ങൾക്കും ഒരുപക്ഷെ യുദ്ധസമയത്ത് ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാവേണ്ടി വരുന്നു. ഇത് നെതന്യാഹുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ട് പോകുക എന്നത് നെതന്യാഹുവിൻ്റെ അജണ്ടയും, യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് കരയ്ക്ക് കയറുക, വിജയമൊക്കെ പ്രഖ്യാപിച്ച് കരയ്ക്ക് കയറുക, എന്തെങ്കിലും ഡീലുണ്ടാക്കി അവസാനം വ്യാഖ്യാനിക്കാമല്ലോ. ട്രംപല്ലേ എല്ലാ വ്യാഖ്യാനവും നടത്തുന്നത്. തങ്ങൾ വിജയിച്ചു, തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെ വീരവാദം അമേരിക്കൻ ജനതയോട് പറയുകയും ചെയ്യാം. യഥാർത്ഥം നമുക്കറിയാമല്ലോ, അമേരിക്കയാണ് ഡീലിന് വഴങ്ങിയത്. അമേരിക്ക തന്നെയാണ് മുന്നോട്ട് വെച്ചത് ഡീൽ നിർദ്ദേശം, വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇറാനല്ല. തങ്ങൾക്ക് ചർച്ച ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് ഇറാനല്ല, ഇറാൻ കേഴുകയായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. പോയി പണി നോക്കാനാണ് ഇറാൻ പറഞ്ഞത്. അതിനർത്ഥം അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിന് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രേരിപ്പിച്ചത് അമേരിക്കയുടെ യാഥാർത്ഥ്യങ്ങളാണ്. ഡെമോക്രാറ്റിക് അമേരിക്കയുടെ നഗ്നമായ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു വ്യക്തിക്ക് ഒരു പരിധി വിട്ട് പോകാനാവില്ല. നഷ്ടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അമേരിക്ക എന്ന രാജ്യം മനസ്സിലാക്കുന്നു. അമേരിക്കയുടെ തിങ്ക് ടാങ്കുകൾ മനസ്സിലാക്കുന്നു. അമേരിക്കയുടെ ഡിഫാക്ടോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതൊരു ഡീപ് സ്റ്റേറ്റ് അമേരിക്കയാണ്. ഇപ്പോൾ ഇൻഡസ്ട്രി ക്യാപ്റ്റൻസ്, അതുപോലെ ചില നേതാക്കന്മാർ, പൗരപ്രമുഖർ എന്ന് വേണ്ട മത മേലധ്യക്ഷന്മാർ എല്ലാം ചേരുന്ന ഒരു അദൃശ്യമായ ശക്തിയാണല്ലോ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ട്രംപിനെ കൊണ്ട് പരമാവധി പുഷ് ചെയ്യിപ്പിക്കുക. ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ അതവിടെ അവസാനിപ്പിക്കുക. കിട്ടിയത് കിട്ടി, മതി, പിന്മാറുക. ഇത് ട്രംപിനെ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഇറക്കുന്ന തിരക്കിലാണ് അമേരിക്ക. അതുകൊണ്ട് ട്രംപിനെ കൊണ്ട് തന്നെ യുദ്ധം ചെയ്യിപ്പിച്ചു, ട്രംപിനെ കൊണ്ട് തന്നെ പിന്മാറ്റിപ്പിച്ചു, ട്രംപിനെ കൊണ്ട് തന്നെ എല്ലാ പ്രസ്താവനയും നടത്തി.
ഡീപ് സ്റ്റേറ്റ് അമേരിക്ക ഇസ് ഹിഡൻ ബിഹൈൻഡ് ദ കർട്ടൻ. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ ഇപ്പോൾ ഒതുങ്ങി നിൽക്കാൻ പ്രേരിതമായിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്നു പാകിസ്ഥാനിൽ വെച്ച്. അപസ്വരങ്ങൾ എന്തെങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അമേരിക്കയ്ക്ക് വലിയ ഒരു നഷ്ടം സംഭവിക്കും. വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ അത് ഇസ്രായേൽ കാരണമാണ് വീണ്ടും ഇറാൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് എന്ന് വന്നാൽ അമേരിക്കയുടെ പൊതുജനാഭിപ്രായം ട്രംപിനെതിരെ തിരിയും. ഇസ്രായേലിന് അനുകൂലമായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പിന്തുണ ലോബികളിലൂടെ, ജൂയിഷ് ലോബികളിലൂടെ ഇസ്രായേലിന് അനുകൂലമായി അമേരിക്കയ്ക്കുള്ളിൽ ഉരുത്തിരിയുന്ന വികാരം പോലും വളരെ നെഗറ്റീവായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായി സംയമനം പാലിച്ചുകൊണ്ട് തൽക്കാലം ഒതുങ്ങിയിരിക്കുക, സ്ഥിതിഗതികൾ വീക്ഷിക്കുക, അതിനുശേഷം നിലപാടെടുക്കാം. അതിനുശേഷം തങ്ങൾക്ക് സ്വന്തമായി എന്ത് ചെയ്യാനാവും, എന്ത് ചെയ്താലും, ഏത് അബദ്ധത്തിൽ ചാടിയാലും ആത്യന്തികമായി വലിയേട്ടനായ അമേരിക്ക വന്ന് സഹായിക്കും എന്ന് ഇസ്രായേലിനറിയാം. ചരിത്രപരമായി അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതും. യുദ്ധങ്ങൾ പലതും മുൻ യുദ്ധങ്ങളും തുടങ്ങിവെച്ചത് ഇസ്രായേലാണ്. പക്ഷേ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് രംഗത്തേക്ക് വരേണ്ടി വന്നു. 2025 സംഭവിച്ചത് അതുതന്നെയല്ലേ? ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ആത്യന്തികമായി അമേരിക്ക നാടകീയമായി രംഗപ്രവേശനം ചെയ്യുന്നു. ഇറാൻ്റെ ആണവ നിലയങ്ങൾ ബോംബിടുന്നു. അങ്ങനെ യുദ്ധം അവിടെ വെച്ച് അവസാനിക്കുന്നു. പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാനാവില്ലല്ലോ. അതുകൊണ്ടാണല്ലോ വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തൽക്കാലം വെയിറ്റ് ആൻഡ് വാച്ച് എന്ന പോളിസി ആയിരിക്കാം ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്.